നമസ്കാരം. ഞാനിവിടെ വന്നു എന്നറിഞ്ഞ ആ മാതാജി എന്നെ ചീത്ത പറയും. അവരറിയാതിരുന്ന പോരെ. ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഫാഷൻ ഫാമിലിയിൽ പിറന്ന ഞാൻ ഫാഷൻ ഗേളായി വളർന്നെങ്കിലും ഇങ്ങനെ സിംഗിൾ കോസ്റ്റ്യൂമിൽ ഫിക്സ് ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവിടെ ആണെങ്കിൽ വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഉരുളക്കിഴങ്ങ് തിന്നണം. ഇത്തിരി എരിവ് കൂട്ടിയിട്ട് എത്ര നാളായെന്നറിയാം. നാരങ്ങ അച്ചാർ. അയ്യോ, എങ്ങനെ സഹിക്കുവോ? വായിൽ വെള്ളം ഊറിയിട്ട് എനിക്ക് വയ്യായേ. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരേ ഒരു തവണ നക്കി നോക്കട്ടെ. നല്ല വെന്ത ചോറിലോട്ട് ഈ അച്ചാർ കുറെ അങ്ങ് തട്ടി നല്ല കട്ട തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് തിന്നാലുണ്ടല്ലോ. ഇതുപോലെ അച്ചാറല്ല എന്ത് വേണമെങ്കിലും ചേച്ചി. ആ വൈശാലിയെ ഞങ്ങളുടെ ബാലുന് വലിയ ഇഷ്ടം. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേച്ചിക്ക് ബംഗാളി അറിയോ? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആ വൈശാലി രമപ്രഭ രമപ്രഭ ഡൗൺ 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 രമപ്രഭ. എന്താ ഒരു സമരമൊക്കെ? വൈശാലി ഒരു ബംഗാളിയാണെന്ന് എന്തിനാ മേഡനോട് നുണ പറഞ്ഞത്? അത് കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അവള് ബംഗാളിയാണെന്ന് അറിഞ്ഞപ്പോ എവിടെയോ കണക്ഷൻ കട്ടായി പോയി, തൊണ്ട വീക്കായി പോയി. എന്റെ നെഞ്ചിലുള്ള ഫീലിംഗ്സ് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എത്രമാത്രം പാടുപെട്ട് നിങ്ങൾക്കറിയോ? ആദ്യമേ ഇവളൊരു മലയാളിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സ് തുറന്നു കാണിച്ച് മായം ചെയ്തോ മന്ത്രം ചെയ്തോ എപ്പോഴേ ഞാൻ ഇവളെ പാട്ടിലാക്കി എടുത്തേനെ. അത് അറിയാവുന്നത് കൊണ്ടാ അങ്ങനെ. മാതാജി, അധികം വളച്ചുകെട്ടൊന്നുമില്ലാതെ എന്റെ മനസ്സിലുള്ള തുറന്നു പറയാം. എനിക്ക് ഈ പെണ്ണിനെ വലിയ ഇഷ്ടം, എന്റെ ജീവനേക്കാളും ഇഷ്ടം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവളെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ സമ്മതമാണോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്കെന്നെ അത്രയ്ക്കിഷ്ട? അതിനേക്കാൾ ഏറെ ഇഷ്ടമാ. നിങ്ങൾ എന്റെ മനസ്സിനെയാണോ സ്നേഹിക്കുന്നത്? ഈ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? ശരീരത്തെ എന്താണെന്ന് വെച്ചാൽ നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് പറയില്ലല്ലോ. ദേവണ്ണെ, നീ ഒരു ഭയങ്കര ബ്യൂട്ടിയാ. ബെസ്റ്റ് സ്മൈല്, സ്കിൻ ടോൺ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇത്രയൊക്കെ മതി. ഈ മിഥ്യയായ ശരീരത്തോട് നിങ്ങൾ എന്തിനാ ഇത്ര മമത കാട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം മണ്ണല്ലേ, വെറും മണ്ണ്. നമ്മൾ മരിച്ചു പോയാ ഈ ഫ്ലഷ് അത് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതാ. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ്, യൂറിൻ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോവില്ലേ? ഈ ശ്വാസമാണെങ്കിൽ കാറ്റിലും ലയിക്കില്ലേ? ഓഹോ, ഇത് ഇത് മണ്ണാണല്ലേ? നല്ല നല്ല സോഫ്റ്റ് മണ്ണാ. ഇതിനോട് എനിക്ക് യാതൊരു മമതയില്ലോ അല്ലേ? അതറിഞ്ഞാ മതി. എന്നാ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരൂ? സ്മോൾ ഫേവർ. എന്താ? ഇന്ന് രാത്രി താൻ എന്റെ കൂടെ കിടക്കൂ? എന്താ മിണ്ടാത്തെ? എന്താ മണ്ണല്ലേ? മണ്ണി കിടന്ന വല്ല കുഴപ്പമുണ്ടാവോ? ഫിലോസഫി പറഞ്ഞാൽ മാത്രം പോരാ, മണ്ണാണത്രേ മണ്ണ്. വെറും മണ്ണാണെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വെറുതെ കുളിക്കുന്നതിനാ? അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാ പോരെ. പോരാത്തതിന് ശുശ്രൂഷിക്കുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വേറെയും. എന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്തത് ദാദാ പിരിവോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, തോന്നുന്നു അങ്ങനെയൊന്നും അല്ലോ. നിങ്ങളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് ആൾക്കാരെ വെരട്ടി വാങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇത്. But actually we are begging. അമ്മോ, ഭിക്ഷക്കാരും ഇംഗ്ലീഷിലോ? ആപ്പിൾ ചായേ ജി. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ഏട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലെ നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? നേരാണല്ലേ, ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ?
ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? What's it all about? Where's the hose? Yeah! എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ ഇനി എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസും തമ്മിൽ ശരിയായില്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ, കാട് നമ്മുടെ, മരം നമ്മുടെ, മണ്ണ് നമ്മുടെ. ഏയ്! ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശെട്. നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നു. ആ സന്യാസികൾ വരുന്നുണ്ട്, അവരിങ്ങോട്ട് വിളിക്ക്. വേണ്ടില്ലേ? ആവോ മാതാജി. വിളിച്ചാലും. ഹായ്. നോ. വരൂ മാതാജി. നിങ്ങൾ തെന്നിലേക്ക് വരൂ. ആ പാദങ്ങൾ കൊണ്ട് ഇവിടെ പവിത്ര- നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ. വളരെ നല്ല കാര്യോ. മാതാകുട്ടി, നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് അയ്യോ, സമയമായി. മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. ഓ, തന്നെ. ഞാൻ പോണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെ കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ. പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്യോ? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്നുള്ളൂന്നേ. എന്താ എഴുന്നേറ്റത്? നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെ ഉണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്? അതൊരു സന്യാസിനിയായിട്ട്. എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ ടിവിയിൽ പ്രോഗ്രാം ഡയറക്ടറാ. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാ. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാ. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പ എന്നെ വിളി, എത്തിയെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും.
എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ബാലഗോപാലിനെ தெரியுமா? അറിയാം സാർ. ഫ്രണ്ടാ? അതെ സാർ. അവനുടെ നമ്പർ இருக்கா? ഉണ്ട് സാർ. ഇതിലുണ്ടോ? ഉണ്ട്. ഇത് ബാലഗോപാലിന്റെ നമ്പറാ? അതെ സാർ. ഉங்கிட்ட ഫോൺ இருக்கா? എടേ. ഇത് നോക്കി இந்த നമ്പറിലേക്ക് സെയ്. ഹേയ്, സ്പീക്കർ ഓൺ ചെയ്. നോക്കിയിരിക്കാം, നമുക്ക് കളിക്കാം. ഹലോ ചന്ദ്രമോഹൻ സാർ. എന്റെ പൈസയുടെ കാര്യം എന്താടാ? എനിക്ക് വേറെ ആവശ്യമുള്ളതാ. പൈസയുടെ കാര്യമോ? ഏത് പൈസയുടെ കാര്യ? ഏത് പൈസയെന്നോ മറന്നുപോയോ? വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. തരാൻ മനസ്സില്ല. എന്ത് ചെയ്യുന്നു? ബോസിനോട് പറഞ്ഞ് നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾ ബോസിനോട് എങ്ങനെ പറഞ്ഞാൽ മാറ്റിവിലെ ജോലി രാജിവെക്കും ഞാൻ. എവിടെ ഉള്ളത് ചോദിക്കാനാണോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തന്നോട് അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഫോൺ വെക്കണം. എടാ തമ്പി ബാലഗോപാല്, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉന്റെ അച്ഛന്റെ ഫ്രണ്ടാപ്പാ. നിന്റെ വീട്ടുക്ക് പോകാൻ അഡ്രസ് കൊടുപ്പാ. എഴുതിക്കോ അപ്പാ. ചൊല്ലപ്പാ. 4th Avenue, 4th Avenue, 59 Santa Cargo, New Jersey, United States of America. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്റെ ഫാദറോട് വൈറ്റ് ഹൗസിലുണ്ട്. വേഗം പോയി കണ്ടോ. ஏய் அப்பா அமெரிக்கா அம்மா ஆஸ்திரேலியா யாருக்கு வேணுதலா? அந்த குத்தா அந்த நாய் எனக்கு வேணும். போடா போன் கம்பெனில போய் அட்ரஸ் வாங்கிட்டு வா. விட மாட்டேன். மாறு. டேய் வாங்கடா. ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടടാ? പ്രേമാതുരാനാം ന രാത്രി ന പകൽ എന്ന് വെച്ചാ പ്രേമത്തിന് രാത്രിയും പകലും ഒന്നും ഇല്ലെന്ന്. ഓ, ഇവന്റെ ആരും പോക്കാം. നമുക്ക് കിടക്കാം. എടോ താൻ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പട്ട് സാരി? തന്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? തന്റെ ചേട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തന്റെ തള്ളയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ തനിക്ക് അന്യായി പോയോ? ഞാൻ ഇനി എന്തൊരു കുതത്തിന് തന്നോട് ജീവിക്കുന്നേ? എന്തിനാ ഈ ആ സമയത്ത് ഇവിടെ വന്നത്? മാതാജി തുറന്നു പറയാലോ. ഉറക്കത്തില് വൈശാലി ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരുപക്ഷെ അവളും എന്നെ പോലെ ഉറക്കം വരാതെ കിടക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്നാൽ ആശ്രമം അർദ്ധരാത്രി ഉറക്കത്തിൽ ചിലർ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നു. ഞാൻ ചെയ്തത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ചു പോവാ. നിന്നെ കാണുമ്പോ എന്റെ മകനെ ഓർമ്മ വരിക. ഈ പ്രായത്തിൽ എല്ലാവരും എങ്ങനെയാ? ഇവിടുന്ന് തിരിച്ചു പോയാൽ നീ അവളെ മറന്നുകൊള്ളും. ആ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. കള്ളത്തെമ്മാടി പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ. മുരുകേശ, என்னப்பா முருகேசா, என் பேச்ச கேளு. ஆப்பிள் சாப்பிடு. பசியில உனக்கு? ഉണ്ട്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ആദ്യം ബാലഗോപാലിനെ കെട്ടിക്കോട്ടെ. കെട്ടിയാലോട് ചോദിക്ക്. ദാ നിൽക്കുന്ന കണ്ടില്ലേ? നാണമില്ലേ? നിങ്ങൾ തന്നെ ചോദിക്ക്. எங்கடா அவன்? எங்க இருக்கா அவன்? போன் போட்டு தரீக்கிற. போன் போடு. எங்க இருக்கான்? கூட எங்கடா இருக்க நாய? சொல்லுடா. നിങ്ങൾ ആരാ? ഭയങ്കര സ്പീഡിലാണല്ലോ സംസാരിക്കുന്നത്. ആണ്ടാൾടാ. ഞാൻ മുരുകേശനോட തായിടാ. ഓഹോ, നിങ്ങളും കോമയിൽ കിടക്കേണ്ട തള്ള തന്നെയാ. എന്നെ ധൈര്യം ഉനക്ക്? എന്നെ തല്ലുവോ നീ? എന്താ നീ പറഞ്ഞത്? ഏയ്, ഇനി ഞാൻ നിന്റെ അമ്മയുടെ നാക്ക് അങ്ങ് വെട്ടിയാലൊന്നും ആലോചിക്കുക. എവിടെയാ വരേണ്ടത് പറയണം. ഇതെന്താ സ്വാതന്ത്ര്യ സമര പറയടോ? സ്വാമി, ഒരു കാര്യം ചെയ്. ഞാൻ സൂക്കേട് മാറ്റി തരാം. ബാൻഡേജ് എടുത്ത് വീട്ടിൽ ചെന്ന് വായിലൊട്ടി ചൊന്നു കിടന്നെങ്കിൽ ഉറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ കൈക്ക് ജോലിയാവും.
அட்ரஸ் அட்ரஸ் சொல்லப்பா. അഡ്രസ് ഇല്ലടാ അപ്പാ. നീ ഫോൺ വെക്കടാ. டேய் വെക്കടാ. അത് അവളല്ലേ?